ഇടുങ്ങിയ വഴി നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി. ഇടുങ്ങിയ വഴിയിൽ നീ ഇവിടെ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. കാരണം നിന്നെ സ്വർഗത്തിന് ആവശ്യമുണ്ട്. നീ സ്വർഗത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സ്വർഗത്തിന്റെ ജീവിതത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ലോകത്തിൽ നിനക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരും. നിനക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ, നിന്റെ തോള് ചെരിഞ്ഞു പോകുമ്പോൾ, ആ തോളിലേക്ക് കുരിശ് താങ്ങിയ എൻ്റെ തോള് നീ ചേർത്ത് വെക്ക് എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ അതിനല്ല പോകുന്നത്. കുരിശൊക്കെ ചേർക്കാൻ കുറച്ച് സമയമുണ്ട് കർത്താവേ, കഷ്ടപ്പെടാൻ കുറെ വേദനയ്ക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ വിട്ടിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഞങ്ങളൊന്ന് നിലനിൽക്കട്ടെ ഇവിടെ, അത് കഴിഞ്ഞിട്ട് നിന്റെ പുറകെ വരാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ നോക്കുമ്പോഴും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ തകർച്ചയ്ക്ക് കാരണം ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്തുവിന്റെ സ്പർശനം ഏറ്റുവാങ്ങുവാൻ തന്നെ ക്രിസ്തുവിനെ ആദ്യം ചവിട്ടി പുറത്തു കളയും. ക്രിസ്തുവിന്റെ സ്പർശനം ഏറ്റുവാങ്ങാൻ വഴി ഒരുക്കി കൊടുക്കുന്നവരെ ആദ്യം എടുത്ത് പുറത്തു കളയും. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ പുറകെ മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ടാകും. ആ സിസ്റ്റം സ്വീകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നവർക്ക് കൊടുക്കുന്ന ചില രീതികളുണ്ട്. ഒരു സിസ്റ്റം കൊടുക്കും. കാരണം നിന്റെ കുറവുകൾ, നിന്റെ മുൻകാല ജീവിതങ്ങൾ ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കും. അതെല്ലാം നീ നിർത്തുക. നീ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ട പ്രായശ്ചിത്തങ്ങൾ, ആ കുറവുകൾ തിരുത്താനുള്ള മാർഗങ്ങൾ, അതിനു വേണ്ട ദശാംശങ്ങൾ കൊടുക്കൽ, അതിന് മറ്റുള്ളവരെ സഹായിക്കൽ, വേദനയോടെയുള്ള പ്രാർത്ഥനകൾ, നല്ല ഉറങ്ങണമെന്ന് തോന്നുന്ന രാത്രികളിൽ നീ എണീറ്റിരുന്ന് കർത്താവിന് വേണ്ടി നീ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കണം വേദനയോടെ. നിന്റെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന ദിനങ്ങളിൽ നീ കുറച്ച് ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. നീ നിത്യവും ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. അതിനുവേണ്ടി നീ പോകണം. നിന്റെ ജീവിതശൈലി ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കണം. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നീ ഇങ്ങനെ നിലനിർത്തണം എന്നൊക്കെ പറയുമ്പോൾ അത് അനുഭവിച്ചുകൊണ്ട് വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലം എങ്ങനെയൊക്കെ നിന്ന് പാവപ്പെട്ട് നമ്മുടെ അടുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ പട്ടിണിയും മഞ്ഞവും കിടത്തി പ്രാർത്ഥിച്ചിട്ട് വെല്ലം മേടിച്ചുകൊണ്ട് പോയിട്ട് തമ്പുരാനിട്ടും തൊഴിൽ കൊടുത്ത് നമുക്കിട്ടും തൊഴിൽ കൊടുക്കാന്ന് ഇവരാലോചിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവനെ, ഇത് നിങ്ങൾ ഓർക്കുക, ദൈവം കണ്ണ് കാണാത്തവനോ പൊട്ടനോ ലോകത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവനോ ഒന്നും അല്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആരുടെ മുമ്പിൽ നമ്മൾ പറ്റിക്കുന്നു? ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം കിട്ടുന്നത് ഞാനല്ല തരുന്ന ദൈവമാണ്, ഞാനൊരു ഉപകരണമാണ്. അപ്പം നേരിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ആരോടാണ്? ദൈവത്തോടാണ്. ഇത്ര എന്ന് പറഞ്ഞൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയോടോ അല്ല ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ആ ശുശ്രൂഷയ്ക്കൊന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളത് ദൈവത്തിനാണ്. അപ്പോൾ ഫൈറ്റിംഗ് വരുന്നത് ദൈവത്തോടാണ്. ദൈവത്തോട് ഫൈറ്റിംഗ് വരുമ്പോൾ എന്ത് പറ്റും? വലിയ പരാജയത്തെ മനുഷ്യൻ ഏറ്റുവാങ്ങും.